നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അതിജീവിതകളിൽ നിന്നും പണമടക്കം അപഹരിക്കുന്ന സമീപനം സ്വീകരിച്ച വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ KG രാജേശ്വരി. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതിയിലേക്കുള്ള അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ധനകാര്യം, ആരോഗ്യം, പൊതുമരാമത്ത് എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDF-നും ക്ഷേമകാര്യം, വികസനകാര്യം, വിദ്യാഭ്യാസം എന്നീ സമിതികൾ LDF-നും ലഭിച്ചു. 4 വീതം അംഗങ്ങളുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥിര സമിതിയിലേക്ക് നടന്ന നറുക്കെടുപ്പിൽ PDP അംഗം S ഫൈസലിനാണ് നറുക്ക് വീണത്. 10 വർഷത്തിനിടെ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായത് സമാനതകളില്ലാത്ത വികസനമെന്ന് മന്ത്രി സജി ചെറിയാൻ. പാറമേൽപ്പടി ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. 116 പോയിന്റോടെ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കരിദിനാചരണവും ബാഡ്ജ് ധരിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യഥാർത്ഥ ചിത്രം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്ന് RMP ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. അതിജീവിതകളിൽ നിന്നും പണമടക്കം അപഹരിക്കുന്ന സമീപനം സ്വീകരിച്ച വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ KG രാജേശ്വരി ആവശ്യപ്പെട്ടു. അതിജീവിതകളിൽ നിന്നും പണമടക്കം അപഹരിക്കുന്ന സമീപനം സ്വീകരിച്ച വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ KG രാജേശ്വരി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലടച്ച LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KG രാജേശ്വരി. ജീവിതയോട് പണം അപഹരിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ല KSUവിന്റെ സംഘടനയിലൂടെ വളർന്നു വന്നവനെന്നാണ് സ്വയം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ രീതിയിൽ കേരളീയ സമൂഹത്തെ ആകമാനം അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേസെടുത്തത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് ഇവിടെ കോൺഗ്രസോ BJP ആണോ ഭരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ പൊന്നുപോലെ സംരക്ഷിക്കുമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു സ്ത്രീ പക്ഷ വികസനം ലക്ഷ്യം വെക്കുന്ന ഒരു ഗവൺമെന്റ് അധികാരത്തിലുള്ളത് കൊണ്ടും ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്നത് കൊണ്ടുമാണ് വളരെ ആസൂത്രിതമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ മണിച്ചിത്രം പൂട്ടിട്ട് രാഹുലിനെ പൂട്ടാനായിട്ട് കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞത്. നേരത്തെ ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം അവസാനിച്ചു. കൂട്ടിലടച്ച കരിങ്കോഴിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതീകാത്മക കോലവുമേന്തിയായിരുന്നു പ്രകടനം നടത്തിയത്. പ്രകടനത്തെ തുടർന്ന് പ്രതിഷേധ സൂചകമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും സമരക്കാർ കത്തിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ലീല അഭിലാഷ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രഭാ മധു യോഗത്തിന് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയമ്മ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, സൗമ്യരാജ്, മായാദേവി, ലാലി വേണു, എൽ മായ, ഗീതാബാബു, PD ശ്രീദേവി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതിയിലേക്കുള്ള അധ്യക്ഷരുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ധനകാര്യം, ആരോഗ്യം, പൊതുമരാമത്ത് എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDF-നും ക്ഷേമകാര്യം, വികസനകാര്യം, വിദ്യാഭ്യാസം എന്നീ സമിതികൾ LDF-നും ലഭിച്ചു. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടന്നു. ഭരണസമിതിയിൽ ഭൂരിപക്ഷമുള്ള UDF-ന് ലഭിച്ച ധനകാര്യ സ്ഥിരം സമിതി കൂടാതെ UDF-ന് ആരോഗ്യ സ്ഥിരം സമിതി, പൊതുമരാമത്ത് സ്ഥിരം സമിതി എന്നിവയും LDF-ന് ക്ഷേമകാര്യവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനവും ലഭിച്ചു. വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതിയിൽ UDF-ന് 4 അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും SDPI അംഗത്തിന്റെ പിന്തുണ LDF-ന് ലഭിച്ചതിനാൽ ഇരു കക്ഷികളും ഒപ്പത്തിനൊപ്പം എത്തി.
തുടർന്ന് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കർളകം വാർഡിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ RR ജോഷിരാജിനും ലജ്നത്ത് വാർഡിൽ നിന്നും വിജയിച്ച PDP സ്ഥാനാർത്ഥി S ഫൈസലിനും 4 വീതം വോട്ട് ലഭിച്ചതിനെ തുടർന്ന് വാരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിൽ കലാശിച്ചു. നറുക്കെടുപ്പിനെ തുടർന്ന് PDP സ്ഥാനാർത്ഥി S ഫൈസൽ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ തിരുവമ്പാടി വാർഡിൽ നിന്നും വിജയിച്ച C ജ്യോതിമോൾ, സിവിൽ സ്റ്റേഷൻ വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ AM നൌഫൽ എന്നിവർ യഥാക്രമം പൊതുമരാമത്ത്, ആരോഗ്യം എന്നീ സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുത്തപ്പോൾ LDFന് ലഭിച്ച വികസനകാര്യ അധ്യക്ഷയായി ഇരവുകാട് വാർഡിൽ നിന്നും വിജയിച്ച L മായ രാജേന്ദ്രനും ക്ഷേമകാര്യ അധ്യക്ഷയായി കുതിരപ്പത്തി വാർഡിൽ നിന്നും വിജയിച്ച രശ്മി K തങ്കപ്പനെയും തെരഞ്ഞെടുത്തു. സബ് കളക്ടറും തെരഞ്ഞെടുപ്പ് വാരണാധികാരി കൂടിയായ സമീർ കിഷൻ, നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. പത്ത് വർഷത്തിനിടെ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായത് സമാനതകളില്ലാത്ത വികസനമെന്ന് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. പാറമേൽപ്പടി ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം നടക്കുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂരെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ചെറിയനാട്, പുലിയൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പാറമേൽപ്പടി ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ പഞ്ചായത്തിനും ഭരിക്കുന്നതിനുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനിയും നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് വികസന പ്രവർത്തനം കാണേണ്ടത്. ഈ കഴിഞ്ഞ 10 വർഷം ശ്രീ രാമേന്ദ്രൻ നായരും അതിനുശേഷം 8 വർഷം ഞാനും ഈ മണ്ഡലത്തിന്റെ വികസനത്തിലെടുത്ത കാഴ്ചപ്പാടതായിരുന്നു. രാഷ്ട്രീയവും കക്ഷിയും നോക്കാതെ എന്താണോ ഒരു നാടിന് വേണ്ടത്, ജനങ്ങൾക്ക് ആവശ്യം, അതിന് മുന്തിയ പരിഗണന കൊടുക്കുക. ആ ഒരു ദീർഘവീക്ഷണത്തോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ചെങ്ങന്നൂർ മണ്ഡലം സമാനതകളില്ലാത്ത വികസനങ്ങൾ നടത്തി മുന്നേറുന്ന മണ്ഡലമായി മാറി. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ചെങ്ങന്നൂർ സന്ദർശിച്ചു. അപ്പൊ അതേ എന്നോട് പറഞ്ഞു, ഒരു 3-4 കേന്ദ്രങ്ങളിൽ നമുക്കൊന്ന് പോകണം. അപ്പൊ ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ സന്ദർശിച്ചിട്ട് ആ മണ്ഡലങ്ങളുടെ വികസനത്തെ പറ്റി പഠിക്കുകയും ചെറിയ ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. ഒരു പുസ്തക ഒരു 5-6 പദ്ധതി കാണാൻ ഞാൻ അയാളുടെ കൂടെ പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വിഷനുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികൾ നടപ്പാക്കുന്ന അപൂർവം മണ്ഡലങ്ങളിലൊന്നാണ് നിങ്ങളുടെ മണ്ഡലം. ഞാൻ ചാന്താന്ന് ചോദിച്ചു. എന്നെ നിങ്ങൾ കാണിച്ച ഓരോ പദ്ധതിയും വ്യത്യസ്തങ്ങളാണ്. അത് ശരിയാ. ആദ്യം ഞങ്ങൾ പോയത് ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രി കാണാൻ. നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രിയുടെ ഫോട്ടോ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. അത് ഞെട്ടിപ്പോയി. ഇപ്പോൾ ഉള്ള ആശുപത്രി കണ്ട് എന്നോട് പറഞ്ഞു, ഇതാണോ നേരത്തെ ഉണ്ടായിരുന്ന ആശുപത്രിയുടെ സ്ഥാനത്ത് ഇപ്പൊ പണിത് ഈ ആശുപത്രിയാണ്? ഞാൻ പറഞ്ഞത് എത്ര രൂപയായി? ഞാൻ പറഞ്ഞു 115 കോടി രൂപയായി. 5 ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ട്രോമാ കെയർ സംവിധാനം വരാൻ പോകുന്നു, സെൻട്രൽ ട്രാവൻകൂറിലെ മികച്ച ആശുപത്രിയിൽ ഒന്നായി വരുന്നു, ഉദ്ഘാടനം അടുത്ത മാസം നടത്താൻ പോകുന്നു. പഴയ കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 8 ഡോക്ടർമാരെ ഉള്ളായിരുന്നു 2016. ഇപ്പൊ 38 ഡോക്ടർമാരുണ്ട്. അപ്പൊ ആതുര ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിന്റെ വികസനത്തെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം
യാഥാർത്ഥ്യമായി എന്നാണ് അതിനർത്ഥം. എല്ലാ പഞ്ചായത്തിനും ഒരു കളിക്കളം എന്ന സർക്കാരിന്റെ ആശയം ഭാവിയിൽ ഓരോ പഞ്ചായത്തിലും 2-3 കളിക്കളം എന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കും വിധമുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം അതിന് വലിയ ഉദാഹരണമാണ്. മാലിന്യം നിറഞ്ഞു കിടന്ന ഒരു പ്രദേശത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കായിക സ്റ്റേഡിയമാക്കി മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു കുട കീഴിൽ എല്ലാ കായിക മത്സരങ്ങളും നടത്താൻ സാധിക്കും എന്നതാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും കേരളത്തിൽ ഇങ്ങനെയൊന്ന് ആദ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുധാമണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെറിയനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാരി മധു, പുലിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രതി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി വിവേക്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിതിൻ ചെറിയാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ റഷീദ് മുഹമ്മദ്, മിഥുൻ മയൂരം, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ്ണ കെ നായർ, സ്മിത റജി, കെ പി പ്രദീപ്, ടി ടി ശൈലജ, വിനീത കുമാരി, പി ഉണ്ണികൃഷ്ണൻ നായർ, ഇ ദിൽഷാദ്, കെ സന്തോഷ് കുമാർ, എസ് ബിന്ദു, കെ പി മനോജ്, മോഹൻ കെ ഉണ്ണികൃഷ്ണൻ, അനീഷ് മാമ്പ്ര എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. 116 പോയിന്റോടെ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വിജയികൾക്ക് അമ്പലപ്പുഴ MLA സമ്മാനം വിതരണം ചെയ്തു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. 116 പോയിന്റോടെ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. 83 പോയിന്റ് നേടി പുന്നപ്ര വടക്ക് പഞ്ചായത്തും 47 പോയിന്റുമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും എച്ച് സലാം MLA നിർവഹിച്ചു. കലാ സാഹിത്യ രംഗത്തുള്ള ശേഷി അതെല്ലാം വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു മത്സരവേദി താഴെ തട്ട് മുതൽ സംസ്ഥാന തലം വരെ ഉണ്ടാവുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് കേരളോത്സവം എന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യപ്പെട്ടത്. അതൊരു ഓരോ ഗ്രാമത്തിന്റെയും വലിയ ഉത്സവങ്ങളാക്കി മാറ്റണം എന്നതാണ് അത് നിശ്ചയിക്കപ്പെടുന്ന സമയത്തുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് അത് അതേ അർത്ഥത്തിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാനാവുക എന്നുള്ളത് ഒരു ഗൗരവമായ കാര്യമായിട്ട് നമ്മളെല്ലാവരും കൂടി കണക്കിലെടുക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്ത് പലതരത്തിലേക്കുള്ള കഴിവ് പ്രകടിപ്പിക്കപ്പെടുന്ന ആളുകളെ അതിലൂടെ പുറത്തേക്ക് വരികയും അത് വൈറലായി മാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അടുത്ത സമയത്ത് തന്നെ ഒരു കാര്യം ഇത് നമ്മുടെ യുവജനബന്ധ ഗണത്തിൽപ്പെടുന്ന പ്രായപരിധിക്ക് വരുന്ന ആളിലേക്ക് സാമൂഹിക വന്ന ആ ഗാനം പാടിയിട്ട് വെറുതെ നിന്ന് പാടിയതാണ്. പക്ഷെ വണ്ടാനം TDMC ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷം പുറക്കാട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സീന, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കവിത, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ രാഹുൽ, AR കണ്ണൻ, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KF തോബിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ ബാബു, സിമി പൊടിയൻ, ലേഖ ബിജു, ആര്യകൃഷ്ണൻ, സിനിയ ഷിഹാബ്, ലേഖ മോൾ സനൽ, സി ഷാജിബോൻ, KF ലാൽജി, അനിൽകുമാർ, ജോയിന്റ് BDO സപ്ന കെ നായർ എന്നിവർ സംസാരിച്ചു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കരുദിനാചരണവും ബാഡ്ജിൽ അടിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതങ്ങൾ വെട്ടിക്കുറങ്ങുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും തിരുവനന്തപുരത്ത് നടത്തിയ സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കടുത്ത അനീതിക്കെതിരെയും തിങ്കളാഴ്ച കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റ് അങ്കണത്തിൽ നിന്നും കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. AKSTU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഉണ്ണി ശിവരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C സുലീഷ് സ്വാഗതവും KGOA സംസ്ഥാന കമ്മിറ്റി അംഗം R രാജീവ് നന്ദിയും പറഞ്ഞു. FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു എന്നിവർ സംസാരിച്ചു. എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കേന്ദ്ര ഗവൺമെന്റ്, രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായിട്ടുള്ള വിവേചനത്തിന്റെ പേരിൽ
വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പേറുന്ന സംസ്ഥാനങ്ങളോട് വൈരനിരാധനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സമീപനം മുൻകാലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായി അവഗണനയുടെയും ഭരണഘടനയുടെയും ഫെഡറൽ തത്വങ്ങളുടെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടം ഒരു സംസ്ഥാനത്തെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഒരു നയസമീപനം സ്വീകരിക്കുന്നത്. ഇത് കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമരമായിട്ടോ രാഷ്ട്രീയമായിട്ടുള്ള വർത്തമാനമായിട്ടോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചിന്തിക്കുന്നേയില്ല. വസ്തുതാപരമായിട്ട് മാത്രമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രിയും കേരളത്തെ ജനങ്ങളോടായിട്ട് കണക്കുകൾ നിരത്തി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യഥാർത്ഥ ചിത്രം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്ന് RMP ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ അഴിമതികളുടെ തുടർച്ചയാണ് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചത്. CPMന്റെ സമുന്നത നേതാക്കളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും കമ്മീഷണർ V വാസു ഉൾപ്പെടെ പ്രമുഖരായ ഒരു ഡസനിലധികം CPM നേതാക്കൾ ഇപ്പോൾ ജയിലിനകത്താണ്. ദേവസ്വം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് SIT അന്വേഷണത്തെ തടയിട്ട് ഉന്നതരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നത് തടയുകയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യാവസായിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഇതിന് പിന്നിലുണ്ട്. ഇത്രയും ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണെന്നും അതുകൊണ്ട് തന്നെ യഥാർത്ഥ അന്വേഷണം CBI കൊണ്ട് നടത്തി കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും RMP ആവശ്യപ്പെട്ടു. RMPI സംസ്ഥാന സെക്രട്ടറി N വേണു, വയലാർ സുരേന്ദ്രൻ, കുര്യാക്കോസ്, അജി ഇടപ്പുങ്കൽ, യേശുദാസ്, തമീം എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ദേവസ്വം മന്ത്രിക്ക് നേരെ അന്വേഷണം നീളുമ്പോൾ അതിനെ തടയിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പുകമറ സൃഷ്ടിക്കുക. തന്ത്രിക്ക് പങ്കിട്ടായ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ അറസ്റ്റിനെ തടസ്സപ്പെടുത്താൻ ഒരു തന്ത്രിയുടെ അറസ്റ്റാണ്. തന്ത്രിയും മന്ത്രിയും ഇതിൽ പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായ അന്വേഷണമാകാം. ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു പ്രശ്നമാണ്, ഇത് കേരളത്തിൽ മാത്രം ഒന്നുമില്ല. ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ടുണ്ട്, ചെന്നൈ വ്യവസായികളുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഒരു ഇന്റർനാഷണൽ സംഘം ഇതിനെ സംബന്ധിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിനൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ ഗൂഢാലോചന തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കും മന്ത്രിക്കും പങ്കിടുന്നതിനെ സംബന്ധിച്ച് അന്വേഷണം. അങ്ങനെ രാജ്യവ്യാപകമായി ബന്ധമുള്ള ഒരു അന്വേഷണം കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്റെ ഒരു SITക്ക് മാത്രം അന്വേഷണം കണ്ടെത്താൻ കഴിയില്ല എന്നതുകൊണ്ട് ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യം RMP ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ ഏറ്റവും അവസാനത്തെ കണ്ണിയിൽ വൻ സ്രാവുകൾ ഉൾപ്പെടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിജീവിതകളിൽ നിന്നും പണമടക്കം അപഹരിക്കുന്ന സമീപനം സ്വീകരിച്ച വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നും അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ KG രാജേശ്വരി. ആലപ്പുഴ നഗരസഭയിലെ സ്ഥിരം സമിതിയിലേക്കുള്ള അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ധനകാര്യം, ആരോഗ്യം, പൊതുമരാമത്ത് എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDF-നും ക്ഷേമകാര്യം, വികസനകാര്യം, വിദ്യാഭ്യാസം എന്നീ സമിതികൾ LDF-നും ലഭിച്ചു. 4 വീതം അംഗങ്ങളുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥിര സമിതിയിലേക്ക് നടന്ന നറുക്കെടുപ്പിൽ PDP അംഗം S ഫൈസലിനാണ് നറുക്ക് വീണത്. 10 വർഷത്തിനിടെ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമായത് സമാനതകളില്ലാത്ത വികസനമെന്ന് മന്ത്രി സജി ചെറിയാൻ. പാറമേൽപ്പടി ഇലഞ്ഞിമേൽ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു. 116 പോയിന്റോടെ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കരിദിനാചരണവും ബാഡ്ജ് ധരിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യഥാർത്ഥ ചിത്രം പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്ന് RMP ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.